പേടിഎം എന്നേക്കുമായി അടച്ചുപൂട്ടുമോ? എന്താണ് പേടിഎമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫെബ്രുവരി 29 ശേഷം പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ RBI തടഞ്ഞുവെച്ച അവസരത്തിൽ ഇത് എങ്ങനെയാണ് നമ്മളെ മോശമായിട്ട് ബാധിക്കാൻ പോകുന്നത്? പേടിഎമ്മിന്റെ തകർച്ചയെക്കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. നിങ്ങളുടെയും എൻ്റെയും കൈകളിലൂടെ ഒഴുകുന്ന, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കൈകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പണത്തെ, അതിൻ്റെ ഒഴുക്കിനെയൊക്കെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന കാര്യത്തിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലുമൊക്കെ RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടലുകൾ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കും അറിയുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള ഈ RBI തന്നെയാണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ടും ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഈ പേടിഎം RBI ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് എന്താണ്? നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കും പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? എങ്ങനെയാണ് അപ്പോൾ ഈ പേടിഎം ഇത്തരത്തിലുള്ള ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ തന്നെയും ചെയ്തിട്ടുള്ളത്? ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനത്തെ പൂർണ്ണമായിട്ടും ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്? ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഓരോന്നായിട്ട് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു കമ്പനിയിൽ മികച്ചൊരു ജോലി ലഭിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും കമ്പനിയുടെ സൈഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് പോലും നമുക്ക് കിട്ടാറില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഫ്രീ പ്ലാറ്റ്ഫോം. ഇതിലൂടെ 100-ലധികം കമ്പനികൾ ഡെയിലി ആളുകളെ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 1000-ലധികം ആളുകൾ 200-ലധികം മികച്ച കമ്പനികളിലായിട്ട് നെക്സ്റ്റ് ലെവലിലൂടെ ജോലി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്കും ജിയോ, താസാപേ, നോ ബ്രദർഹുഡ് പോലുള്ള വലിയ കമ്പനികളിൽ അപ് ടു 45 LPA വരെ സാലറി ലഭിക്കുന്ന നിലയിലുള്ള ജോലികൾ ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതും ഒരുപാട് ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് 1-2 കമ്പനികളിൽ മാത്രം അപ്ലൈ ചെയ്ത് ഒരു AI ഇന്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൊഫൈൽ റിക്രൂട്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് മാച്ച് ആകുന്ന, ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതകളുള്ള കമ്പനികളും ജോലികളൊക്കെ ഈ റിക്രൂട്ടേഴ്സ് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നിങ്ങൾ ആ കൂടെ ഇവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ട് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടെ തീർച്ചയായിട്ടും അവിടെ കൂടുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് കോൺടെസ്റ്റുകളും മറ്റുമൊക്കെ ഈ ഒരു നെക്സ്റ്റ് ലെവൽ ആപ്പിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ ഒക്കെ തന്നെയും നിങ്ങൾക്ക് മികച്ച നിലയിലുള്ള ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ കൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നെക്സ്റ്റ് ലെവലിൽ സൈനപ്പ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കും. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. 2010 വിജയ് ശേഖർ വർമ്മ പേടിഎമ്മിന് തുടക്കം കുറിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്ന, നിരന്തരമായിട്ട് നമ്മൾ കാണുന്ന, ഒരു ദിവസവും ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മൾ വായിക്കുന്ന പേരുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പേരായിട്ട് ഇന്ന് പേടിഎം മാറി വന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾക്കൊന്നും തന്നെ എന്താണ് ഈ പേടിഎം എന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഫുൾ നെയിം പോലും അറിയണമെന്നില്ല. പേയ്മെൻറ്റ് ത്രൂ മൊബൈൽ എന്നതിൻ്റെ ചുരുക്ക പേരായിട്ടാണ് ഈ പേടിഎം വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2010 മൊബൈൽ റീചാർജുകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരുന്നു പേടിഎം ആപ്ലിക്കേഷനും മറ്റുമൊക്കെ കാര്യമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2014 എത്തുമ്പോൾ വാലറ്റ് സമ്പ്രദായം കൂടെ അവർ പേടിഎം ആപ്ലിക്കേഷനകത്ത് കൊണ്ടുവരികയാണ്. അതിലൂടെ ചെറിയ ഓൺലൈൻ പേയ്മെൻറ്റുകൾ കൂടെ പേടിഎം ആപ്ലിക്കേഷനിലൂടെ സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് മെട്രോ, ഗ്യാസ് അതുപോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ ക്യാഷ് അടക്കൽ, ഓൺലൈനായിട്ടുള്ള ചില പേയ്മെൻറ്റുകൾ കൂടെ ഈ ഒരു പേടിഎം ആപ്പിലൂടെ സാധ്യമാകുന്നുണ്ട്. എന്നാൽ വലിയ തോതിലുള്ളൊരു വളർച്ച പേടിഎം ആപ്പ് കൈവരിക്കുന്നത് 2016 നവംബർ 8 ശേഷമാണ്. കൂടുതൽ ആരും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ് ഈ നവംബർ 8, 2016 എന്ന് പറഞ്ഞത്. അന്നേ ദിവസം രാത്രിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പെട്ടെന്ന് വെച്ചുകൊണ്ട് തന്നെ നിർത്തലാക്കിയത്. പക്ഷേ ഈ ഒരു കാര്യത്തെ ഏറ്റവും അധികം മുതലെടുത്തവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെ നമുക്ക് പേടിഎമ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നവംബർ 9 പത്രം പോലും നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ പല വലിയ മാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ പേടിഎം നോട്ട് നിരോധനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള പരസ്യമാണ്. ഈ ഒരൊറ്റ പരസ്യം കാരണം വ്യത്യസ്ത തരത്തിലുള്ള കോൺട്രവേഴ്സികൾ, അഭ്യൂഹങ്ങളും മറ്റുമൊക്കെ പേടിഎമ്മിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നവംബർ 8 രാത്രിയാണ് ഇത്തരത്തിലുള്ള ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ
പല മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ പേടിഎമ്മിൻ്റെ പരസ്യം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു നോട്ട് നിരോധനം അവർ മുന്നേ തന്നെ അറിഞ്ഞിരിക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള അലിഗേഷൻസും മറ്റുമൊക്കെ ഈ ഒരു സമയത്ത് തന്നെ പേടിഎമ്മിനെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ആളുകൾ കയ്യിലുള്ള പണം മാറ്റിയെടുക്കുന്ന കാര്യത്തിലും അതിനെ വിനിമയം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ആ ഒരു സാഹചര്യത്തെ കൃത്യമായ നിലയിൽ തന്നെ പേടിഎം മുതലെടുക്കുന്നുണ്ട്. ആളുകളെ കൂടുതലായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിലയിലേക്കുള്ള പല ഇടപെടലുകളും മറ്റുമൊക്കെ ഈ ഒരു സാഹചര്യത്തിലായിട്ട് പേടിഎമ്മിൻ്റെ ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാടധികം ഏജൻറ്റുകളെയും മറ്റുമൊക്കെ മാർക്കറ്റിലേക്ക് പേടിഎം ഇറക്കി വിടുന്നുണ്ട്. പല മെർച്ചൻറ്റുകളെയും കണ്ടുകൊണ്ട് പേടിഎമ്മിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം മറ്റുമൊക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള വളർച്ച ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പേടിഎമ്മിന് നേടിയെടുക്കാൻ സാധിക്കുകയാണ്. കോടിക്കണക്കിന് പുതിയ ഉപഭോക്താക്കളെ ഈ ഒരു സാഹചര്യം കാരണമായിട്ട് നേടിയെടുക്കാൻ പേടിഎമ്മിന് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ വളർച്ചകൾ കൈവരിച്ചത് കാരണം തന്നെ ആയിരിക്കണം 2015 ആലിബാബ പോലുള്ള ചൈനീസ് കമ്പനികൾ പേടിഎമ്മിലേക്ക് വലിയ തോതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ $680 മില്യൺ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പേടിഎമ്മിൻ്റെ വലിയൊരു ഭാഗം ഷെയർ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് തന്നെ ഈ ഒരു ചൈനീസ് കമ്പനികൾക്ക് അവർക്ക് എഴുതി നൽകേണ്ടി വരുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം മോശമായതും വ്യത്യസ്തരത്തിലുള്ള ചൈനീസ് ആപ്പുകളൊക്കെ പൂർണ്ണമായിട്ടും നിരോധിച്ചതും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ 2023 ഇത്തരത്തിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറെക്കുറെ 10.3% വരുന്ന സ്റ്റേക്കുകൾ പേടിഎം തിരിച്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണ് പേടിഎം എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പേടിഎം ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ദേശസ്നേഹത്തെയൊക്കെ മുൻനിർത്തിയിട്ടൊക്കെ തന്നെയുള്ള പ്രൊമോഷൻസും മറ്റുമൊക്കെയാണ് പരസ്യങ്ങളും മറ്റുമൊക്കെയാണ് പേടിഎം മാർക്കറ്റ് കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുള്ളതൊക്കെ. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആകെ മൊത്തം 140 കോടി ജനങ്ങളുണ്ട് എങ്കിൽ അതിൽ 35 കോടി ജനങ്ങൾക്കും പേടിഎമ്മിൽ അക്കൗണ്ട് ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള വലിയ വളർച്ച കൈവരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന പേടിഎം 2017 അവരുടെ സ്വന്തമായിട്ടുള്ള പേടിഎം പേയ്മെൻറ്റ് ബാങ്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് സത്യത്തിൽ ഈ ഒരു പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്? നമ്മൾ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന അവസരത്തിൽ എന്താണ് ഇവിടെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ നമ്മൾ നമ്മുടെ UPI ID മറ്റുമൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് @OKHDFC ബാങ്ക് അല്ലെങ്കിൽ @OK ആക്സിസ് ബാങ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാങ്കുകളുടെ പേര് കൂടെ കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബാങ്കുകളുമായിട്ട് ടൈപ്പ് ആയ നിലയിലാണ് ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും ഒക്കെ വാലറ്റ് സംവിധാനങ്ങളും UPI സംവിധാനങ്ങളൊക്കെ പ്രധാനമായ നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ ഈ ഒരു പേടിഎമ്മിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേര് കാണാൻ സാധിക്കാറില്ല. പലപ്പോഴും പേടിഎം അല്ലെങ്കിൽ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പേര് തന്നെയാണ് കാണാൻ സാധിക്കാറുള്ളത്. അപ്പോൾ ഇനി പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് തന്നെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ നോർമലായിട്ടുള്ള ബാങ്കുകളുമായിട്ട് വലിയ തോതിലുള്ള ചില വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് ബാങ്കുകൾക്കുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ബാങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കവിടെ ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സേവനങ്ങളും മറ്റുമൊക്കെ നോർമലായിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കുകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഓൺലൈൻ ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പേയ്മെൻറ്റ് ബാങ്ക് സംവിധാനം തന്നെ നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ ഒരിക്കലും അവർക്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകാൻ അല്ലെങ്കിൽ ലോണുകൾ നൽകാനൊന്നുമുള്ള അധികാരങ്ങളില്ല. അതുപോലെ തന്നെ അവരുടെ മാക്സിമം ഡിപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ 2 ലക്ഷം രൂപ വരെ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ അതിനൊരു 2% ഇൻട്രസ്റ്റ് നിരക്കിലായിരിക്കും ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കുകൾ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ആയിട്ട് നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസും മറ്റുമൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഈ ഒരു പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെ കൃത്യമായിട്ട് എന്താണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി RBI എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പേടിഎം ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരോധിച്ചിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ നിരോധിക്കാൻ കാരണമാക്കിയിട്ടുള്ള ഇവർ ചെയ്തിട്ടുള്ള ഗുരുത്തക്കേടുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഏതായാലും ഇവിടെ ഈ ബാനിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ RBI നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അവർ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത് RBIയുടെ ഗൈഡ് ലൈൻസ് ഒന്നും ഈ ഒരു പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് പാലിക്കുന്നില്ല, അതിനാലാണ് ഇത്തരമൊരു നിരോധനം അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും നിങ്ങളൊക്കെ തന്നെ വാർത്തകളിലൂടെ വായിച്ചതുപോലെ തന്നെ ഫെബ്രുവരി 29 ശേഷം പേടിഎം ബാങ്കിലേക്ക് ആർക്കും തന്നെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിലവിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫാസ്ടാഗ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ടോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരുടെ വാലറ്റിലേക്ക് ടോപ്പപ്പ് ചെയ്യാനും തന്നെ പിന്നീട് അങ്ങോട്ട് ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നതായിരിക്കില്ല. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് പുതിയ യൂസേഴ്സിന്
കസ്റ്റമേഴ്സിന് ഈ ഒരു പേയ്മെൻറ്റ് ബാങ്കിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ മാർച്ച് 15-ാം തീയതിയോട് കൂടിയിട്ട് നോഡൽ അക്കൗണ്ട്സ്, പ്രത്യേകിച്ച് ഇ കൊമേഴ്സ് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള നോഡൽ അക്കൗണ്ട്സും പൂർണ്ണമായിട്ടും അവർ നിർത്തിവെക്കുന്നതായിരിക്കും. ഈ ഒരു നിലയിലൊക്കെയാണ് RBI നിരോധനങ്ങൾ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, എന്തിന് RBI പേടിഎം പോലുള്ള ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനോട് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിരോധനം ഏർപ്പെടുത്തി എന്ന് പറയുന്ന വലിയ ചോദ്യമാണ്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നോ ഇന്നലെയോ RBI വാൺ ചെയ്യാൻ തുടങ്ങിയതല്ല ഈ പേടിഎമ്മിന്. വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമായിട്ട് വർഷങ്ങളോളമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഫൈനുകൾ പേടിഎമ്മിന് നിരന്തരമായിട്ട് RBI നൽകുന്നുണ്ട്, നിരന്തരമായിട്ട് അവരെ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കാര്യമായിട്ട് വിലക്കെടുക്കാതെ മുന്നോട്ടേക്ക് പോയതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നിരോധനം അല്ലെങ്കിൽ വലിയൊരു റെസ്ട്രിക്ഷൻ തന്നെ പേടിഎമ്മിന് മേൽ RBI അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 തന്നെ ആദ്യമായിട്ട് RBI പേടിഎമ്മിന് ഒരു വാർണിംഗ് നൽകുന്നുണ്ട്. ആൻറ്റി മണി ലോണ്ടറിങ് റെഗുലേഷൻസ് ഒന്നും തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട്. നമ്മുടെ ID പ്രൂഫുകളും മറ്റൊക്കെ നൽകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാതൊക്കെയായിരുന്നു ഈ ഒരു പേടിഎമ്മിൽ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൽ അവർ അക്കൗണ്ടുകൾ ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരുന്നത്. അതായത് നമ്മളൊക്കെ ഒരു പേടിഎം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് കൂടെ ഓപ്പൺ ആകുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് തന്നെ ഓരോ ഉപഭോക്താവിൻ്റെയും ഐഡൻറ്റിറ്റി നമ്മൾ അവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരം ഒരു കാര്യം പേടിഎം ചെയ്തിരുന്നില്ല. ഈ KYC എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നോ യുവർ കസ്റ്റമർ, ഈ ഒരു കാര്യം കൃത്യമായിട്ട് പേടിഎം ചെയ്യാത്തതിനെ തുടർന്നിട്ടാണ് ആദ്യമായിട്ട് പേടിഎമ്മിനെതിരായിട്ട് RBI ഒരു വാർണിംഗ് പുറപ്പെടുവിക്കുന്നത്, അവരുടെ സർവീസുകളൊക്കെ നിർത്തിവെക്കാനുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. എന്നാൽ പിന്നീട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് തുടങ്ങിയതോട് കൂടിയിട്ട് 2019 ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ RBI എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2021 എത്തുമ്പോൾ വീണ്ടും ഇതേ ഒരു കാര്യം തന്നെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. കൃത്യമായിട്ട് ഈ യൂസേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ KYC ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ഉറപ്പുവരുത്തുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 2021 1 കോടി രൂപ പെനാൽറ്റി പേടിഎമ്മിന് RBI നൽകിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2023 ഒക്ടോബർ മാസമാകുമ്പോൾ 5.3 കോടി രൂപയിലധികം തുക ഫൈനായിട്ട് RBI പേടിഎമ്മിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ഈ KYCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നതിനും അപ്പുറത്തേക്ക് ഒരേ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാടധികം അക്കൗണ്ടുകൾ പലരും പേടിഎമ്മിൽ തുടങ്ങിയിട്ടുള്ളത് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പല തിരിമറികളും മറ്റുമൊക്കെ RBI കണ്ടെത്തുന്നതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ പല ഫൈനുകളും മറ്റുമൊക്കെ പേടിഎമ്മിന് നൽകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് 35 കോടി അക്കൗണ്ടുകളുടെ കാര്യം പറഞ്ഞു. ആ അക്കൗണ്ടുകളുടെ കണക്കുകളും മറ്റുമൊക്കെ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ഈ 35 കോടി അക്കൗണ്ടിൽ 31 കോടി അക്കൗണ്ടും ഇനാക്റ്റീവായിട്ട് കിടക്കുകയാണ്. അതിൽ കാര്യമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾ ഒന്നും നടക്കാത്ത നിലയിലാണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിലുള്ളത്. ബാക്കിയുള്ള 4 കോടി അക്കൗണ്ടുകളുടെ കാര്യം നോക്കുമ്പോൾ അതിലാണെങ്കിലും വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ മാത്രമേ ക്യാഷ് ഉള്ളൂ. ചിലതിലാണെങ്കിൽ തീരെ ക്യാഷ് ഇല്ലാത്ത നിലയിലൊക്കെയാണ് ഈ ബാക്കി വരുന്ന ആക്റ്റീവായിട്ടുള്ള 4 കോടി അക്കൗണ്ടുകളുടെ കാര്യം വരുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു തട്ടിക്കൂട്ട് ലെവലിൽ ഒരു പുറമോടി കൊണ്ടെല്ലാം അലങ്കരിച്ച് ഉള്ളു പൊള്ളയായ നിലയിലൊക്കെയാണ് പ്രധാനമായിട്ടും പേടിഎം പോയിക്കൊണ്ടിരുന്നത്. അതിനെല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് വ്യത്യസ്ത തരത്തിലുള്ള റെഗുലേഷൻസ് ഒന്നും തന്നെ പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സേവനങ്ങൾ പൂർണ്ണമായിട്ടും RBI ഇപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കാരണമായിട്ട് വലിയൊരു തിരിച്ചടി തന്നെ പേടിഎമ്മിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഷെയർ പ്രൈസിൽ ഏറെക്കുറെ 40% വലിയൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സാധാരണക്കാരായിട്ടുള്ള പേടിഎം ഒക്കെ ഉപയോഗിക്കുന്ന നമ്മളെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളെ ഫാസ്ടാഗുകളുടെ കാര്യത്തിലൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ബാധിക്കുന്നത്. നിലവിലുള്ള ഫാസ്ടാഗിലുള്ള ക്യാഷ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിലേക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മളത് മാറ്റേണ്ട ഒരു അവസ്ഥ അവിടെ വരുന്നുണ്ട്. ബാക്കിയുള്ള നമ്മുടെ വാലറ്റുകളിലൊക്കെ ഉള്ള ക്യാഷ് നമുക്ക് അതിൽ നിന്ന് യഥേഷ്ടം പിൻവലിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതിലേക്ക് പിന്നീട് അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിനും അപ്പുറത്തേക്കുള്ള വ്യത്യസ്ത തരത്തിലുള്ള QR കോഡുകൾ അല്ലെങ്കിൽ ഇവരുടെ സൗണ്ട് ബോക്സ് ഡിവൈസുകൾ ഇന്ത്യയിൽ ആകെ മൊത്തം 84 ലക്ഷത്തിലധികം വരുന്ന സൗണ്ട് ബോക്സുകൾ വ്യത്യസ്ത മെർച്ചൻറ്റുകൾക്കും മറ്റൊക്കെ ഇവർ നൽകിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവരുടെ കണക്കുകൾ. പക്ഷേ ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ മാറ്റങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. യഥേഷ്ടം ആളുകൾക്ക് ഈ ഒരു സൗണ്ട് ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ മറ്റൊക്കെ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് പേടിഎമ്മുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിന് അടിസ്ഥാനമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പ് ആണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട്
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. തീർച്ചയായിട്ടും അതൊക്കെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടികൾ നൽകുന്നതായിരിക്കും. അതുപോലെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അതുപോലെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും അതും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ പേടിഎം ഇനി തിരിച്ചു വരുമോ അതോ പൂർണ്ണമായിട്ടും തകർന്നു പോകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അതും താഴെ ഒന്ന് രേഖപ്പെടുത്താമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ആപ്പ് ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നെക്സ്റ്റ് ലെവലിൽ സൈനപ്പ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കും. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.